ഇത് പലയിടത്തുണ്ടെന്ന് ഈ മൗനം. ഉദാഹരണം പറയട്ടെ. ഒന്ന്, യോനാ പ്രവാചകൻ. ദൈവം ഒരു കാര്യം പറഞ്ഞു, അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പുള്ളി ചാടിക്കേറി പോവാണ്, കപ്പലേ കയറി വിട്ടു പോവാണ്. പക്ഷെ എന്ത് ചെയ്തു? ദൈവം ആ കപ്പലേന്ന് ഇവനെ ഇങ്ങോട്ട് എടുത്തു. കപ്പലേന്ന് എടുത്തിട്ട് തിമിംഗലം വാ തുറന്നു നിന്നു. യോന തിമിംഗലത്തിന്റെ വായ്ക്കകത്തോട്ട് കയറി തിമിംഗലത്തിന്റെ ഉദരത്തിൽ 3 നാൾ ചിലവഴിച്ചു. ഈ 3 നാൾ എന്താണെന്നറിയാമോ? മൗനത്തിന്റെ 3 നാൾ. മൗനത്തിന്റെ 3 നാൾ, വർത്തമാനങ്ങളില്ലാതെ, മിണ്ടാട്ടമില്ലാത്ത ധ്യാനത്തിന്റെ 3 നാൾ. ആ ധ്യാനത്തിന്റെ 3-ാം നാൾ നിനിവയുടെ തീരത്ത് തിമിംഗലം അവനെ ഛർദ്ദിച്ചിട്ടു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? മൗനത്തിന്റെ 3 നാളുകൾക്ക് ശേഷം ദൈവിക പദ്ധതിയുടെ തീരത്ത് യോന എത്തിച്ചേരുന്നു. ഒന്നും മിണ്ടാതിരുന്നാൽ, നിശബ്ദമായിരുന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നമ്മൾ അറിയാണ്ട്